നമസ്കാരം. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തെ ഒമാൻ അപലപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ട് ഒമാൻ ദക്ഷിണ കൊറിയ മത്സരം അല്പസമയത്തിനകം. ഇബ്രിയിൽ വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തെ ഒമാൻ അപലപിച്ചു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണ പരമ്പരകളും യുദ്ധക്കുറ്റങ്ങളും അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്തണം, പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും ദുരന്തത്തിന് ഇരയായവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിക്കുകയാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യത മൂന്നാം റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ ഒമാൻ അല്പസമയത്തിനകം ദക്ഷിണ കൊറിയയെ നേരിടും. ആദ്യ കളിയിൽ ഇറാഖിനോട് 1 ഗോളിന് തോറ്റ ഒമാന് ഇന്നത്തെ മത്സരം ഏറെ നിർണായകമാണ്. ഇറാഖിനെതിരെ മികച്ച കളി പുറത്തെടുത്തുവെങ്കിലും ഫിനിഷിംഗിലെ പാളിച്ചയും ഒപ്പം ഭാഗ്യവും തുണയ്ക്കാതെ പോകുകയായിരുന്നു. ചില കളിക്കാർക്ക് പരിക്കേറ്റതും തിരിച്ചടിയായി. സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാൻ ഇറങ്ങുന്നു എന്നത് കോച്ച് ജെറോസ്ലാവ് സിൽഹയ്ക്കും കുട്ടികൾക്കും ആത്മവിശ്വാസം പകരുന്ന ഘടകമാണ്. അതേസമയം ലോകകപ്പ് ഫൈനൽ റൗണ്ടിലെ സ്ഥിര സാന്നിധ്യമായ ദക്ഷിണ കൊറിയയെ കീഴടക്കുക എന്നത് ഒമാന് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ദക്ഷിണ കൊറിയയുമായുള്ള ഒമാന്റെ മത്സരം കാണുവാൻ സ്റ്റേഡിയത്തിലേക്ക് കാണികൾ ഒഴുകും എന്നുറപ്പാണ്. ദക്ഷിണ കൊറിയയുമായി അധിക മത്സര പരിചയം ഇല്ല എന്നതാണ് ഒമാനെ കുഴക്കുന്ന പ്രധാന ഘടകം. എതിരാളികളുടെ കരുത്തിൽ പരിഭ്രമിക്കാതെ മുഴുവൻ കരുത്തും പുറത്തെടുത്തുകൊണ്ട് മത്സരം വിജയിക്കുവാനാണ് കോച്ച് നൽകുന്ന നിർദ്ദേശം. വീട്ടിൽ നിന്ന് ആഭരണവും പണവും മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇബ്രി വിലായത്തിലാണ് സംഭവം. വിലായത്തിലെ ഒരു വീട്ടിൽ നിന്നായിരുന്നു ഇയാൾ മോഷണം നടത്തിയത്. ദാഹിറ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഇയാളെ പിടികൂടിയത്. നിയമ നടപടികൾ പൂർത്തിയായി വരുന്നതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇന്ത്യ ഒമാൻ വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. റിയാദിൽ നടന്ന ഇന്ത്യ ഗൾഫ് സഹകരണ കൗൺസിലിലെ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന്റെ ഭാഗമായാണ് സയ്യിദ് ബദർ അൽ ബുസൈദിയും ഡോക്ടർ എസ് ജയശങ്കറും കൂടിക്കാഴ്ച നടത്തിയത്. തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ജയശങ്കർ എക്സിൽ കുറിച്ചു. വിവിധ മേഖലകളിലായി ഇന്ത്യയും GCCയും തമ്മിലുള്ള സ്ഥാപനപരമായ സഹകരണം അവലോകനം ചെയ്യുന്നതിനും ആഴത്തിലാക്കുന്നതിനുമുള്ള അവസരമായിരിക്കും റിയാദിൽ നടക്കുന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ കുട്ടികൾക്കായി ചിത്രരചന കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ചിത്രജാലകം എന്ന പേരിൽ റൂവി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ വിഭാഗങ്ങളിലായി 100-ലേറെ കുട്ടികൾ പങ്കെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് റൂവിയിലെ ജനറൽ മാനേജർ ഷാജഹാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കുക എന്നതാണ് വരും തലമുറയ്ക്കായി ചെയ്യാവുന്ന വലിയ കാര്യമെന്നും മരവും ജലവും ഭാവി ലോകത്തിന് എത്രമേൽ പ്രാധാന്യമുള്ളതാണെന്ന് വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാൻ മെട്രോപൊളിറ്റൻസ് എറണാകുളം നടത്തിയ ശ്രമത്തെ അഭിനന്ദിക്കുന്നതായി വിധികർത്താക്കൾ അഭിപ്രായപ്പെട്ടു. കുട്ടികളിലെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനൊപ്പം അവരെ ലോകത്തെയും ജനതയെയും കുറിച്ച് ബോധവാന്മാരാക്കുക എന്നതാണ് ഈയൊരു മത്സരത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നാൽ കുട്ടികളിൽ നിന്ന് ലഭിച്ച പ്രതികരണം അവിശ്വസനീയമായിരുന്നു എന്നും മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ പ്രസിഡന്റ് സിദ്ദിഖ് ഹസൻ പറഞ്ഞു. വരും നാളുകളിൽ മസ്കറ്റിന് പുറമെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായി പരിപാടി സംഘടിപ്പിക്കുമെന്നും ജനറൽ സെക്രട്ടറി ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. വിവിധ വിഭാഗങ്ങളിൽ ജേതാക്കളായ കുട്ടികൾക്ക് ആകർഷകങ്ങളായ സമ്മാനങ്ങളും ട്രോഫികളും വിതരണം ചെയ്തു. വേൾഡ് മലയാളി ഫെഡറേഷൻ ഈ വർഷത്തെ ഓണാഘോഷം ഒക്ടോബർ 11 നടത്തുവാൻ തീരുമാനിച്ചു. വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിൽ ഒമാനിലെ കലാകാരന്മാരെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് കൂട്ടായ്മയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടിയോടെ തുടങ്ങുന്ന ഓണാഘോഷവും ഓണസദ്യയും സംഘടിപ്പിക്കും. ഹൽബാനിലെ അൽ റഹബി ഫാമിൽ WMF മസ്കറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും ആഘോഷം. കഴിഞ്ഞ 8 വർഷമായി മസ്കറ്റിലെ സാധാരണക്കാരുടെ ഇടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.